അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എം.ആർ. അജിത് കുമാറിനെതിരെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാവില്ലെന്ന് വിവരാവകാശ മറുപടി. റിപ്പോർട്ട് പുറത്തുവിടുന്ന അജിത് കുമാറിന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നാണ് പൊതുഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയുടെ മറുപടി. റിപ്പോർട്ടിൽ ഉള്ളടക്കം പൊതു താൽപര്യമില്ലാത്തതാണെന്ന് മറുപടിയിലുണ്ട്. വിവരാവകാശ രേഖയുടെ പകർപ്പ് മീഡിയ കൊണ്ട് ലഭിച്ചു. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുന്നു. സിജോ, ഈ വിവരാവകാശ രേഖ കൊടുത്തത് കേസിലെ പരാതിക്കാരനായ അഡ്വക്കേറ്റ് നാഗരാജ് തന്നെയാണോ? നാഗരാജല്ല, മറ്റൊരു വ്യക്തിയാണ് ഈ വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നത്. ഈ അപേക്ഷയിലാണ് വളരെ വിചിത്രമായ ഒരു മറുപടി നൽകുന്നത്. എം.ആർ. അജിത് കുമാറിനെ എത്രത്തോളം സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനും സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ശ്രമിക്കുന്നുവെന്നുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഇതിനെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം കോടതിയുടെ ഉത്തരവിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് എം.ആർ. അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് നൽകിയത്. ഈ പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന യാതൊരു തരത്തിലുള്ള ആക്ഷേപവും വേണ്ട രീതിയിൽ പരിശോധിച്ചില്ല എന്ന് പറയുന്നു. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജിലൻസ് മാനുവൽ പോലും അട്ടിമറിച്ചുകൊണ്ട് ഒരു അദൃശ്യ ശക്തി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. അത് വിജിലൻസിൽ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ വകുപ്പുകളിൽ, പൊതുഭരണ വകുപ്പുകളിൽ ഉൾപ്പെടെ ഈ അദൃശ്യ ശക്തി ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാവുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകുന്നത്. നമുക്ക് വളരെ വ്യക്തമായി അറിയാം, ഒരു സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് നടത്തിയ ഒരു അന്വേഷണം ഏത് തരത്തിലാണ് അതൊരു പൊതുരേഖയല്ലാതായി മാറുന്നത്, വ്യക്തിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമായി മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് തന്നെ വളരെ വിചിത്രമായി തോന്നും. കാരണം ആ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങളല്ല ചോദിക്കുന്നത്, അയാളുടെ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളല്ല ചോദിക്കുന്നത്. ഈ സർക്കാർ തന്നെ ലഭിച്ച, ഈ ആഭ്യന്തര വകുപ്പിന് അല്ലെങ്കിൽ വിജിലൻസ് ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടാണ് ഒരു തരത്തിലും ഒരു പൊതു താല്പര്യമില്ലാത്ത റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പൊതു താല്പര്യം അതിലില്ല, തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അപേക്ഷ നിരസിക്കുന്നത്, ആ റിപ്പോർട്ട് നൽകാതിരിക്കുന്നു എന്നുള്ളത്. നമുക്ക് കൃത്യമായി പറയാം, എം.ആർ. അജിത് കുമാറിന് വിജിലൻസിൽ മാത്രമല്ല പൊതുഭരണ വകുപ്പിലും നല്ല പിടിയുണ്ട്. എനിക്ക് ഇവിടെ മാത്രമല്ല ബന്ധം എന്നുള്ള വളരെ വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. സിജോ, ഈ മറുപടിയിൽ എം.ആർ. അജിത് കുമാറിന്റെ സ്വകാര്യ വിവരങ്ങൾ പുറത്തുവിടാനാവില്ല എന്നാണ് പറയുന്നത്. ഇതിലെന്ത് സ്വകാര്യതയാണുള്ളത്? ഇതൊരു പൊതു താൽപര്യ ഹർജിയിലുള്ള വിവരങ്ങളല്ലേ? അതെ, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ചോദിക്കുന്നത്. ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ, ADGP റാങ്കിലുള്ള ഒരാൾക്കെതിരെ അനധികൃതമായി വന്നിരിക്കുന്ന അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറയുന്ന ഒരു പരാതിയിൽ, ആ പരാതിയിൽ വിജിലൻസ് തന്നെ ഒരു അന്വേഷണം നടത്തുന്നു, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നു. സ്വാഭാവികമായും അത് വ്യക്തിപരമായ ഒരു വിവരമല്ല, അത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ പറയാൻ സാധിക്കും, അതൊരു സ്വകാര്യ വിവരമായി മാറുന്നില്ല, അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അത് ഏതൊരു വ്യക്തിക്കും അത്തരത്തിൽ ഒരു അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് നൽകേണ്ട എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതാണ് ഒരു പൊതു താല്പര്യമുള്ള ഒരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ട് നൽകാനാവില്ല എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആവർത്തിച്ച് അടിയുറച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അജിത് കുമാറിന്റെ ബന്ധങ്ങൾ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രത്യേക കോടതിയുടെ ഉത്തരവിൽ, ആ ഉത്തരവിൽ അജിത് കുമാറിനും കുടുംബത്തിനുള്ള ഭൂസ്വത്തിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരുമായി അവർക്ക് 80 സെന്റോളം സ്ഥലമുണ്ട്, അതിന് കോടികളുടെ വില മതിക്കും എന്നൊക്കെ കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡറിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കുകൾ, അതായത് ഇത്തരത്തിലുള്ള ഒരു പരാതി വരുമ്പോൾ എം.ആർ. അജിത് കുമാറിന്റെയും കുടുംബത്തിന്റെയും 10 വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി പരിശോധിക്കണം. അത്തരം രേഖകൾ പരിശോധിച്ചിട്ടില്ല. പിന്നെ യാതൊരു തരത്തിലുമുള്ള അന്വേഷണം, പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ വളരെ ഒരു കൃത്യമായ രീതിയിൽ പോലും ഈ പരാതിക്കാരന്റെ അഡ്വക്കേറ്റ് നാഗരാജിന്റെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഒരു അദൃശ്യ ശക്തി അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ വ്യക്തമാണ്, ഈ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകളാണ്, നടപടികളാണ് പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത്. യാതൊരു സംശയവുമില്ലാതെ പറയാം, ഇതൊരു പൊതു താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ്.